ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അൻഷീസ് കുക്കിംഗ് വൈബിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു കിടിലൻ ഫിഷ് മോളിയും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അപ്പവുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അപ്പം നമുക്കൊരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പമാണ്. ഈ അപ്പത്തിനായിട്ട് നമ്മൾ അരി അരക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക നല്ലത്. എന്നാലേ നമുക്ക് ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് പൊടിക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ടിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് പൊങ്ങി കിട്ടും. നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് പൊങ്ങി വരും. അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം മാവ് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കിങ് ഫിഷ് കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിഷ് മോളിക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2 മീഡിയം സൈസുള്ള സവാള, 4 പച്ചമുളക്, ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഒരു 4-5 വെളുത്തുള്ളി, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരു വലിയ തക്കാളി ചെറുതായി നല്ല വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങയുടെ 1/4 പാലും 2/2 പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മൾ കൂടുതലായിട്ട് മീൻ നല്ല മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതൊന്ന് ചെറുതായി വെന്ത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആവോലി വെച്ചിട്ടും കരിമീൻ വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഫിഷ് മോളി ഉണ്ടാക്കിയെടുക്കാം. ഏത് ഫിഷ് ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നല്ല കട്ടിയുള്ള ഏത് ഫിഷ് ഇട്ടെടുത്താലും. അപ്പോൾ ഇത് നമ്മുടെ പത്തിരി, അതുപോലെ തന്നെ അപ്പം, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഏകദേശം 2 സൈഡും ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ആദ്യം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള ഇതുപോലെ ഒരു നൈസാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ സവാള ഇപ്പോൾ നന്നായി തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാലപ്പൊടി നമ്മൾ മറ്റുള്ള കറികളെ പോലെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അപ്പോൾ അത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നമ്മളിതിൽ തീരെ ചേർക്കുന്നില്ല. അതുപോലെ 1 നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി അതുപോലെ നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള കറിയാണ് വേണ്ടതെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിന് ശേഷമാണ് അതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്തിട്ട് നമ്മൾ അതൊന്നും കൂടി തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷമാണ് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി നല്ല വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളച്ച് വന്നാൽ തന്നെ നമുക്കതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം പിന്നെ ഇളക്കിയെടുക്കരുത്, മീൻ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ അവസാനമായിട്ട് ഒരു 10 ബദാമോ കാഷ്നട്ടോ ഇതുപോലെ ചുടുവെള്ളത്തിൽ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് മോളിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് മോളി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഇപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം അരി കുതിർത്ത് അരക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണിത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇപ്പോൾ നല്ല മാവായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ദോശക്കല്ലിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി തന്നെ ചൂടായ ചട്ടിയിലേക്ക് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ നമുക്കിതുപോലെ നല്ല ബബിൾസ് വരുള്ളൂ. അപ്പോൾ നല്ല ബബിൾസൊക്കെ വന്നതിന് ശേഷം അതൊന്ന് മൂടി വെക്കാം. ഒരു 1-2 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും. അപ്പോഴേക്ക് തന്നെ നമ്മുടെ അപ്പം റെഡി ആയി കിട്ടും. അപ്പോൾ ഫിഷ് മോളിയുടെ കൂടെ കഴിക്കാനുള്ള അപ്പവും റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പഞ്ഞി പോലുള്ള അപ്പമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അപ്പം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും മടിയാണ്, അരച്ച് വെക്കാനും പിന്നെ പല കാലാവസ്ഥകളിലും നന്നാകാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. അതുപോലെ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.